നമസ്കാരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരള യാത്ര ഇന്നലെ സമാപിച്ചു. യാത്ര തുടങ്ങിയത് ജനുവരി 1-നാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഇടം പിടിച്ച ഒരു പരിപാടിയാണ് കേരള യാത്ര. മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, അത്തരത്തിലൊരു പ്രമേയമാണ് ഈ യാത്ര മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എല്ലാ വിഭാഗം ആളുകളും യാത്രയുമായി സഹകരിച്ചു, യാത്രയിൽ പങ്കെടുത്തു. വിവിധ സ്വീകരണ വേദികളിൽ യാത്ര ഉയർത്തിയ പ്രശ്നം അതത് പ്രദേശങ്ങളിലെ ആളുകൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പിന്തുണയുണ്ടായി. അറിയാതെ കിടന്നിരുന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്ത ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ വരെ ഈ യാത്ര ശ്രദ്ധിച്ചു, യാത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. കൊച്ചു കുട്ടികൾ വരെ ഇവിടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നലത്തെ സമാപനം, ആ സമാപനത്തിന് ശേഷവും ഇപ്പോൾ വാർത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സമാപന യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം 1 മണിക്കൂറൊക്കെ എടുത്ത് സംസാരിക്കുന്നത്. 1 മണിക്കൂറാണ് ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച മുഖ്യമന്ത്രി സംസാരിച്ചത്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ FB പേജിലും അതുപോലെ തന്നെ LDF കേരളം എന്ന് പറയുന്ന പേജിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ലൈവായി തന്നെ പോയി. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതിന്റെ ആവശ്യകത മുഖ്യമന്ത്രിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മനസ്സിലായി, LDF എന്ന് പറയുന്ന മുന്നണിക്ക് മനസ്സിലായി. അതൊക്കെ കൃത്യമായി തന്നെ പ്രകടമായിരുന്നു. എന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ചതിന് ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുത്തൊരു പ്രസംഗം നടത്തി. ഈ പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചയാണ്, വളരെയധികം പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെക്കാൾ കൂടുതൽ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ FB പേജുകളിലുമൊക്കെ VD സതീശന്റെ പ്രസംഗം ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഓരോ ആളുകളും അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ VD സതീശൻ പറഞ്ഞു. ഇത് കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള ഓരോ ആളുകളുടെയും മനസ്സിനുള്ളിലെ കാര്യമാണ് VD സതീശൻ പറഞ്ഞത് എന്ന രീതിയിലാണ് VD സതീശന്റെ പ്രസംഗം ഇപ്പോൾ കാര്യമായ രീതിയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് വർഗീയത പറയുന്ന ആൾക്ക് ഇവിടെ പോയി പൂമാല അണിയിക്കുക അല്ലെങ്കിൽ ഷാൾ അണിയിക്കുക, അവരെ കൊണ്ട് അത്തരത്തിൽ പറയിപ്പിക്കുക, വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് VD സതീശൻ പറഞ്ഞത്. VD സതീശന്റെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മറുപടിയൊന്നും ഒരു ഭാഗത്തു നിന്നും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ മറുപടി പറയാനില്ലാത്ത വിധം പഴുതടച്ചാണ് VD സതീശൻ സംസാരിച്ചത്. 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് VD സതീശൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. കൃത്യമായി കേരള യാത്രയുടെ സമാപന വേദി VD സതീശൻ ഉപയോഗപ്പെടുത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് മാന്യമായ ഭാഷയിൽ, തീവ്രത കുറഞ്ഞ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ നിയന്ത്രിക്കണം എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടുത്ത ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മാന്യമായ ഭാഷയിലാണ് ഖലീൽ ബുഖാരി തങ്ങളാണെങ്കിലും കാന്തപുരം ഉസ്താദ് ആണെങ്കിലും അതുപോലെ തന്നെ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം സഖാഫി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് മാന്യമായ ഭാഷയിലാണ്. എന്തായാലും ഇവിടെ VD സതീശൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു വെടിക്കെട്ട് പ്രസംഗം എന്ന് വേണമെങ്കിൽ VD സതീശന്റെ പ്രസംഗത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മിക്കവാറും സമൂഹ മാധ്യമങ്ങളിൽ, എല്ലാ പേജുകളിലും അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ FB പേജുകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ VD സതീശന്റെ പ്രസംഗം നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി ആ പ്രസംഗത്തെ അനുകൂലിച്ച് വലിയ പ്രതികരണവും മതേതര കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ VD സതീശന്റെയും ഒക്കെ പ്രസംഗത്തിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഞാൻ വായിച്ചു എന്നതിലപ്പുറം ആ പ്രസംഗം മുഴുവനായി എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഞങ്ങൾക്കില്ല, ഞങ്ങൾ എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേരള യാത്രയുടെ വേദി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണെങ്കിലും അത് മതേതരത്വത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്, വർഗീയതക്കെതിരെ പറഞ്ഞതാണ്. അതുപോലെ VD സതീശനും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു തർക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതില്ല എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ തുടർച്ചയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ മോശപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കെതിരെയാണ് VD സതീശൻ പൊട്ടിത്തെറിച്ചത്.
എന്നിട്ട് പോലും അതിൽ ഒട്ടും സന്തോഷം കാണാതെ പരസ്പരം തർക്കങ്ങളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കണം, അതിനുള്ള വേദിയാകരുത് കേരളയാത്രയുടെ സമാപന വേദി എന്ന് പറഞ്ഞ് തിരുത്താൻ തയ്യാറായ, പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് ഇന്ന് ഇവിടെ മതേതര കേരളം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ, എന്തു പറഞ്ഞിട്ടും അദ്ദേഹം ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രശ്നത്തിനില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, സഹകരിക്കണം, നന്മ മാത്രം മനസ്സിലുണ്ടാകണം, ആരെയും കുറ്റപ്പെടുത്തരുത് എന്ന രീതിയിൽ എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്നത് എന്ന രീതിയിലുള്ള ചില ചർച്ചകളാണ് നടക്കുന്നത്. വേറെ ആരാണെങ്കിലും ഒരു പ്രതികാരം ആ രീതിയിലൊക്കെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സംസാരിക്കും. ഇനി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, ആ കാര്യത്തിൽ ഇടപെടണ്ട എന്നെങ്കിലും തീരുമാനിക്കും. പക്ഷെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യത്യസ്തനാണ്, വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. തനിക്ക് തർക്കിക്കാൻ സമയമില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. വിദ്യാഭ്യാസം, അതാണ് ഏറ്റവും വലിയ വിപ്ലവം. കുട്ടികളെ വിദ്യ പഠിപ്പിക്കണം, അതുപോലെ തന്നെ വിദ്യ അഭ്യസിപ്പിക്കണം. അത്തരത്തിലൊരു ചിന്താഗതിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. തുടക്കം മുതൽ അവസാനം വരെ മാത്രമല്ല, അവസാനം ഈ സമാപനം കഴിഞ്ഞപ്പോഴും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചർച്ചയാണ് എന്നുള്ളതാണ്.